ഇപ്പം നമുക്ക് അടുത്തതായിട്ട് ഇപ്പം നമ്മൾ E1 യൂണിയൻ E2 മെഷറബിൾ ആണെന്ന് പ്രൂവ് ചെയ്തു. E1 ഇൻ്റർസെക്ഷൻ E2 മെഷറബിൾ. അത് E1ഉം E2 മെഷറബിൾ ആണെങ്കിൽ അതിൻ്റെ ഇൻ്റർസെക്ഷനും യൂണിയനും മെഷറബിൾ ആണ്. അതുപോലെ ഓരോ സെറ്റിൻ്റെയും കോംപ്ലിമെൻറ്റുകൾ മെഷറബിൾ ആണ്. എംപ്റ്റി സെറ്റ്, ഹോൾ സെറ്റ് മെഷറബിലിറ്റി ഒക്കെ പ്രൂവ് ചെയ്തു. ഇനിയിപ്പോൾ നമുക്ക് ഒരു ഫൈനൈറ്റ് യൂണിയൻ എന്നുള്ള പ്രൂവിലേക്ക് വരാൻ പോകണം. അതായത് E1 E2 എക്സെട്ര En ആർ മെഷറബിൾ, ദെൻ ദർ ഫൈനൈറ്റ് യൂണിയൻ, അതുപോലെ അതിൻ്റെ ഇൻ്റർസെക്ഷനൊക്കെ മെഷറബിൾ ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ യൂസ് ചെയ്യാവുന്നതാണ്. E1ഉം E2 മെഷറബിൾ ആണെങ്കിൽ E1 യൂണിയൻ E2 മെഷറബിൾ ആണ് ബൈ ലെമ്മ 7 കിട്ടും. റിസൾട്ട് ഈസ് ട്രൂ ഫോർ n ഈക്വൽ ടു 2. അസ്യൂം ദ റിസൾട്ട് ഈസ് ട്രൂ ഫോർ n ഈക്വൽ ടു k. ദാറ്റ് മീൻസ് E1 യൂണിയൻ E2 യൂണിയൻ അപ് ടു En ഈസ് മെഷറബിൾ. ഇനി പ്രൂവ് ചെയ്യേണ്ടത് k+1 പ്രൂവ് ചെയ്യണം. അതിനുവേണ്ടി ഞാൻ F ഈക്വൽ ടു യൂണിയൻ n ഈക്വൽ ടു 1 to k En എന്നുള്ളതിനും പേര് കൊടുത്തു. അതിൻ്റെ EK+1 ഫൈനൈറ്റ് കേസ് നമുക്ക് k കേസ് ഓൾറെഡി മെഷറബിൾ ആണെന്ന് പറഞ്ഞിട്ട് EK+1 മെഷറബിൾ ആണ്. ഇനി ലെമ്മ 7 പ്രകാരം രണ്ട് സെറ്റുകളുടെ യൂണിയനും എന്ത് തന്നെയായിരിക്കും? മെഷറബിൾ ആയിരിക്കും. അപ്പോൾ ഡയറക്റ്റ് അപ്ലൈ ചെയ്യണം. ഇതേ കാര്യം തന്നെയാണ് നമുക്ക് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ഉപയോഗിച്ചിട്ട് ഇൻ്റർസെക്ഷനും പ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് വളരെ എളുപ്പത്തിൽ പ്രൂവ് ചെയ്യും. ഇൻ്റർസെക്ഷൻ, ഫൈനൈറ്റ് ഇൻ്റർസെക്ഷൻ ഓഫ് മെഷറബിൾ സെറ്റ് ഈസ് മെഷറബിൾ, ഓർ ഇൻ്റർസെക്ഷൻ ഓഫ് ഫൈനൈറ്റ് നമ്പർ ഓഫ് മെഷറബിൾ സെറ്റ് ഈസ് മെഷറബിൾ എന്ന് പറയാം. ഇനി വളരെ അടുത്ത റിസൾട്ടാണ് ഫാമിലി എം ഓഫ് മെഷറബിൾ സെറ്റ്സ്. ദ ഫാമിലി എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് എല്ലാ മെഷറബിൾ സെറ്റ്സും, റിയൽ ലൈനിലുള്ള മെഷറബിൾ സെറ്റ്സിൻ്റെ കളക്ഷനാണ് സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. അതൊരു അൾജിബ്രയാണെന്ന് പ്രൂവ് ചെയ്യണം. അൾജിബ്ര ആവണമെങ്കിൽ ഹോൾ സെറ്റ് വേണം, എംപ്റ്റി സെറ്റ് വേണം, ഫൈനൈറ്റ് യൂണിയനും ഫൈനൈറ്റ് ഇൻ്റർസെക്ഷൻ വേണം, സെറ്റ് ഉണ്ടെങ്കിൽ കോംപ്ലിമെൻറ്റേഷൻ വേണം. തൊട്ട് മുകളിലുള്ള എല്ലാ റിസൾട്ടും കൂടി ചേർത്താൽ അതൊരു അൾജിബ്രയായി മാറും. അപ്പോൾ കൊറോളറി 8 എന്ന് പറയുന്നത് തൊട്ട് മുകളിലുള്ള റിസൾട്ടുകൾ ചേർത്തുകൊണ്ടാണ്. ഇനി ലെമ്മ 9 എന്ന് പറയുന്നത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ടാണ്. ലെമ്മ 9 വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം സിഗ്മ അൾജിബ്ര പ്രൂവ് ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് ചെയ്യുന്ന ഒരു റിസൾട്ടാണ് ലെമ്മ 9 എന്ന് പറയുന്നത്. അതായത് നിങ്ങൾക്കൊരു സെറ്റ് തന്നിരിക്കുന്നു A, പിന്നെ ഒരു ഫൈനൈറ്റ് നമ്പർ ഓഫ് ഡിസ്ജോയിൻറ്റ് മെഷറബിൾ സെറ്റ്സ് E1 E2 എക്സെട്ര En തന്നിട്ടുണ്ട്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഈ പ്രത്യേക റിസൾട്ടാണ്. ആ റിസൾട്ട് ഒന്ന് നിങ്ങൾ കോളം ചെയ്ത് വെക്കണം, കാരണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എം സ്റ്റാർ ഓഫ് A ഇൻ്റർസെക്ഷൻ യൂണിയൻ I ഈക്വൽ ടു 1 to n EI ഈക്വൽ ടു സിഗ്മ I ഈക്വൽ ടു 1 to n എം സ്റ്റാർ ഓഫ് A ഇൻ്റർസെക്ഷൻ EI എന്നാണ്. അവിടെ E1 ആയിരിക്കുന്നത്, ആക്ച്വലി EI ആണ്. ഓക്കെ, അതൊരു എററാണ്. അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യാം. അത് ഞാൻ സപ്പോസ് ചെയ്തു A, B any set and E1 E2 എക്സെട്ര ആർ ഡിസ്ജോയിൻറ്റ് മെഷറബിൾ സെറ്റ്സ്. We need to prove what? M star of A intersection union I equal to 1 to n EA equal to summation I varies from 1 to n M star of A intersection EA നമുക്ക് പ്രൂവ് ചെയ്യണം. ഓക്കെ, ഇനി അതിന് മുന്നോടിയായിട്ട് അതിനകത്ത് എന്ത് സംഭവിക്കും നോക്കാം. A intersection union I equal to 1 to n EA can be written as എങ്ങനെ എഴുതാം? ഡിസ്ട്രിബ്യൂട്ടീവ് അപ്ലൈ ചെയ്യുമ്പോൾ A intersection E1 യൂണിയൻ A intersection E2 യൂണിയൻ എക്സെട്ര യൂണിയൻ A intersection EN. ദാറ്റ് മീൻസ് യൂണിയൻ I equal to 1 to n A intersection EI. ഓക്കെ, കാരണം ഇത് EI ഈസ് ഡിസ്ജോയിൻ്റ് ആയതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ EI ഈസ് ഡിസ്ജോയിൻ്റ് ആണെങ്കിൽ, പെയർ വൈസ് ഡിസ്ജോയിൻ്റ് ആണെങ്കിൽ A ഇൻ്റർസെക്ഷൻ EIസും ഇതുപോലെ പെയർ വൈസ് ഡിസ്ജോയിൻ്റ് ആയിരിക്കും. അതാണ് അതിനകത്ത് ബ്രാക്കറ്റിൽ എഴുതിയിരിക്കുന്ന കാര്യം. ഇനി ഞാൻ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷനാണ് ഇവിടെ പ്രൂവ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. ആദ്യം എം സ്റ്റാർ ഓഫ് A ഇൻ്റർസെക്ഷൻ E1 ഈക്വൽ ടു എം സ്റ്റാർ ഓഫ് A ഇൻ്റർസെക്ഷൻ E1 പറഞ്ഞാൽ അവിടെ സമേഷനും യൂണിയനും സെയിം ആയി പോയി. That means the result is true for n equal to 1. Assume the result is true for n equal to k. That means m star of A intersection union I equal to 1 to k EI equal to summation I equal to 1 to k m star of A intersection EI. ഇനി n equal to k plus 1 എന്ന റിസൾട്ട് പ്രൂവ് ചെയ്യണം. അതിനുവേണ്ടി ഞാൻ A intersection union I equal to k plus 1 EI intersection EK plus 1 എടുക്കും. എനിക്ക് പ്രൂവ് ചെയ്യേണ്ടത് ശരിക്കും k+1 പക്ഷേ ഞാൻ ഒരു പ്രത്യേക സെറ്റ് കൺസിഡർ ചെയ്യണം. A intersection union I equal to 1 to k+1 EI, അത് k+1 സെറ്റുകളുടെ യൂണിയൻ എടുത്തു. ഇൻ്റർസെക്ഷൻ EK+1 എടുത്തു. ഓക്കെ, ഇനി അപ്പോൾ അവിടെ നമ്മൾ യൂണിയൻ ഇൻ്റർസെക്ഷൻ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി ആ ബ്രാക്കറ്റിനുള്ളിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ A ഇൻ്റർസെക്ഷൻ യൂണിയൻ I ഈക്വൽ ടു അല്ലെങ്കിൽ I ഈക്വൽ ടു 1 to k+1 EI ഇൻ്റർസെക്ഷൻ EK+1 എഴുതാം ഡിസ്ട്രിബ്യൂട്ടീവ് അപ്ലൈ ചെയ്യുമ്പോൾ. പക്ഷേ നിങ്ങൾക്കറിയാം EK+1 മാത്രമേ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുള്ളൂ, ബാക്കി എല്ലാ കേസിലും എം ടി ആണ്. അപ്പോൾ ബാക്കി എല്ലാ കേസും എം ടി ആയി പോയാൽ ആ k+1 കേസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ദാറ്റ് മീൻസ് A ഇൻ്റർസെക്ഷൻ EK+1. ഇനി ഇപ്പോൾ എടുത്ത സെറ്റിൽ EK+1 കോംപ്ലിമെൻ്റ് എടുക്കുക, ലാസ്റ്റ് വൺ. അപ്പോൾ എന്ത് സംഭവിക്കും നോക്കാം. A ഇൻ്റർസെക്ഷൻ യൂണിയൻ I ഈക്വൽ ടു k+1 EI ഇൻ്റർസെക്ഷൻ EK+1 കോംപ്ലിമെൻറ്റ്. ഈ EK+1 കോംപ്ലിമെൻറ്റ് EK+1 ഒഴികെ മറ്റെല്ലാവരുമായിട്ട് എന്ത് ചെയ്യും? ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന മാത്രമല്ല മറ്റെല്ലാവരെയും കണ്ടെയ്ൻ ചെയ്യും. EK+1 കോംപ്ലിമെൻറ്റ് E1 മുതൽ EK വരെയുള്ള മുഴുവൻ സെറ്റുകളെയും കണ്ടെയ്ൻ ചെയ്യും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ E1 ഇൻ്റർസെക്ഷൻ EK+1 കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും ആരായിരിക്കും? E1 ആയിരിക്കും. E2 ഇൻ്റർസെക്ഷൻ EK+1 കോംപ്ലിമെൻറ്റ് പറഞ്ഞാൽ E2 ആയിരിക്കും. കെ വരെ കേസ് വരെ ഓക്കെയാണ്. പക്ഷേ kth കേസ് EK+1 ഇൻ്റർസെക്ഷൻ EK+1 കോംപ്ലിമെൻറ്റ് മാത്രം എം ടി ആയി മാറും.
അപ്പോൾ ലാസ്റ്റ് കേസ് എം ടി ആയിട്ട് പോയിട്ട് ബാക്കി എല്ലാ കേസുകളും അവിടെ അവൈലബിൾ ആണ്. ദാറ്റ് മീൻസ് എ ഇൻ്റർസെക്ഷൻ യൂണിയൻ ഐ ഈക്വൽ ടു 1 to k ഇ ഐ കിട്ടും. ബാക്കി എല്ലാ കേസും പോകും. ഓക്കെ, അപ്പോൾ ഇനി ഇ കെ പ്ലസ് വൺ മെഷറബിൾ ആണെന്ന് അറിയാം. അപ്പോൾ ഇ കെ പ്ലസ് വണ്ണിൻ്റെ മെഷറബിലിറ്റി നമ്മൾ എ എന്ന സെറ്റിന് പകരം എ ഇൻ്റർസെക്ഷൻ യൂണിയൻ ഐ ഈക്വൽ ടു 1 to k പ്ലസ് വൺ ഇ ഐക്ക് അപ്ലൈ ചെയ്യാം. ഇ കെ പ്ലസ് വണ്ണിൻ്റെ മെഷറബിലിറ്റി അപ്ലൈ ചെയ്യുന്നത് എക്ക് പകരം എ കട്ട് ചെയ്യുന്നതിന് പകരം എ ഇൻ്റർസെക്ഷൻ യൂണിയൻ ഐ ഈക്വൽ ടു 1 to k പ്ലസ് വൺ ഇ ഐക്ക് അപ്ലൈ ചെയ്യുന്നു. ബൈ ദ ഡെഫിനേഷൻ ഓഫ് ദി മെഷറബിലിറ്റി ദാറ്റ്സ് ഈക്വൽ ടു എം സ്റ്റാർ ഓഫ് ദാറ്റ് ഇൻ്റർസെക്ഷൻ ഇ കെ പ്ലസ് വൺ പ്ലസ് എം സ്റ്റാർ ഓഫ് ദാറ്റ് ഇൻ്റർസെക്ഷൻ ഇ കെ പ്ലസ് വൺ കോംപ്ലിമെൻറ്റ്. പക്ഷേ തൊട്ട് മുകളിൽ ആ സെറ്റ് എന്താണെന്ന് നമ്മൾ എഴുതിയിട്ടുണ്ട്. ഫസ്റ്റ് സെറ്റ് എന്തായിരിക്കും? എം സ്റ്റാർ ഓഫ് എ ഇൻ്റർസെക്ഷൻ ഇ കെ പ്ലസ് വണ്ണും സെക്കൻഡ് സെറ്റ് എം സ്റ്റാർ ഓഫ് എ ഇൻ്റർസെക്ഷൻ യൂണിയൻ ഐ ഈക്വൽ ടു 1 to k ഇ ഐയുമായിരിക്കും. ഓക്കെ, ദാറ്റ്സ് ഈക്വൽ ടു എം സ്റ്റാർ ഓഫ് എ ഇൻ്റർസെക്ഷൻ ഇ കെ പ്ലസ് വൺ. ഇനി നമ്മൾ കേത്ത് കേസ് വരെ റിസൾട്ട് ട്രൂ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തേലേക്ക് കൊടുത്തു പ്ലസ് സിഗ്മ ഈക്വൽ ടു 1 to k എം സ്റ്റാർ ഓഫ് എ ഇൻ്റർസെക്ഷൻ ഇ ഐ. അപ്പോൾ നോക്കൂ, ഫസ്റ്റ് ടേം കാണുന്നത് ഇ കെ പ്ലസ് വൺ കേസും ബാലൻസ് വരെയുള്ള ടേമുകളിൽ അടുത്ത സമ്മേഷനിലും ഉണ്ട്. ദെർഫോർ നമുക്ക് രണ്ടും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ സിഗ്മ ഈക്വൽ ടു 1 to k പ്ലസ് വൺ എം സ്റ്റാർ ഓഫ് എ ഇൻ്റർസെക്ഷൻ ഇ ഐ ഉണ്ട്. അവിടെ ഒരു എം സ്റ്റാർ മിസ്സിംഗ് ആണ്. എം സ്റ്റാർ ഓഫ് എ ഇൻ്റർസെക്ഷൻ ഇ ഐ ഉണ്ട് കേട്ടോ. നിങ്ങൾ നോട്ട് എഴുതിയാലും കറക്റ്റ് ചെയ്യുക കേട്ടോ. എം സ്റ്റാർ ഓഫ് എ ഇൻ്റർസെക്ഷൻ ഇ ഐ എന്ന് വേണം എഴുതാൻ. ദെർഫോർ യു ഗോട്ട് വാട്ട് ബൈ ദി ഇൻഡക്ഷൻ എം സ്റ്റാർ ഓഫ് എ ഇൻ്റർസെക്ഷൻ യൂണിയൻ ഐ ഈക്വൽ ടു 1 to n ഇ ഐ ഈക്വൽ ടു സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n എം സ്റ്റാർ ഓഫ് എ ഇൻ്റർസെക്ഷൻ ഇ ഐ. ഓക്കെ, ഇനി നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറമാണ് തിയറം 10 എന്ന് പറയുന്നത്. സെറ്റ് ഓഫ് ആൾ മെഷറബിൾ സെറ്റ്സ് ഇൻ ആർ ഫോം എ സിഗ്മ ആൾജിബ്ര. സിഗ്മ ആൾജിബ്ര ആണെങ്കിൽ ആറും ഫൈവും ഉണ്ടാവണം. കൗണ്ടബിൾ യൂണിയനും കൗണ്ടബിൾ ഇൻ്റർസെക്ഷനും കോംപ്ലിമെൻറ്റേഷനും ഉണ്ടാവണം. അതിനകത്ത് ആറും ഫൈവും കോംപ്ലിമെൻറ്റേഷനും ഓൾറെഡി നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട് തൊട്ട് മുകളിലൊക്കെ. ഇനി കൗണ്ടബിൾ യൂണിയനും കൗണ്ടബിൾ ഇൻ്റർസെക്ഷനുമാണ് പ്രൂവ് ചെയ്യേണ്ടത്. പക്ഷേ അപ്പോൾ കൗണ്ടബിൾ യൂണിയൻ പ്രൂവ് ചെയ്താൽ ഇൻ്റർസെക്ഷൻ്റെ ആവശ്യമില്ല. കാരണം കോംപ്ലിമെൻറ്റേഷനും ഡി മോർഗൻ ലോയും മറ്റേ ടൈമിൽ അപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഫൈനൈറ്റ് യൂണിയൻ അതിനകത്ത് മെഷറബിൾ സെറ്റ്സ് പ്രൂവ് ചെയ്തു, കോംപ്ലിമെൻറ്റേഷൻ പ്രൂവ് ചെയ്തു. ഇനി പ്രൂവ് ചെയ്യാനുള്ളത് ആകെ കൗണ്ടബിൾ യൂണിയൻ മാത്രമേ ഉള്ളൂ. കൗണ്ടബിൾ ഇൻ്റർസെക്ഷൻ്റെ ആവശ്യമില്ല, കാരണം കോംപ്ലിമെൻറ്റേഷൻ അപ്ലൈ ചെയ്യുന്നതുകൊണ്ട്. അതിനുവേണ്ടി ഒരു കൗണ്ടബിൾ കളക്ഷൻ ഓഫ് മെഷറബിൾ സെറ്റ്സ് എടുത്തു. ലെറ്റ് ഇ ഐ ബി എ കൗണ്ടബിൾ കളക്ഷൻ ഓഫ് മെഷറബിൾ സെറ്റ്സ് ആൻഡ് ഇ ഈസ് ദ കറസ്പോണ്ടിങ് യൂണിയൻ. വി നീഡ് ടു പ്രൂവ് ദാറ്റ് ദിസ് സെറ്റ് ഈസ് മെഷറബിൾ. അപ്പോൾ അതിനു വേണ്ടിയാണ് നമ്മൾ തൊട്ട് മുകളിലുള്ള ആ ലെമ്മ അപ്ലൈ ചെയ്യണം. ഈ ലെമ്മ 9 ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, കൗണ്ടബിൾ യൂണിയൻ ഓഫ് മെഷറബിൾ സെറ്റ് പ്രൂവ് ചെയ്യാൻ ലെമ്മ 9 യൂസ്. അതായത് തിയറം 10 പ്രൂവ് ചെയ്യാൻ നമ്മൾ ലെമ്മ 9 യൂസ് ചെയ്യും. അതിനുവേണ്ടി പക്ഷേ ലെമ്മ 9 അപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്ക് ഡിസ്ജോയിൻറ്റ് കളക്ഷൻ ഓഫ് മെഷറബിൾ സെറ്റ്സ് വേണം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ചെയ്യുന്നു, ഫസ്റ്റ് വി കൺസ്ട്രക്ട് എ സീക്വൻസ് ഓഫ് പെയർ വൈസ് ഡിസ്ജോയിൻറ്റ് കളക്ഷൻ ഓഫ് മെഷറബിൾ സെറ്റ്സ് എഫ് എൻ സച്ച് ദാറ്റ് ഇ ഈക്വൾ ടു യൂണിയൻ എൻ ഈക്വൾ ടു 1 to ഇ എൻ ഈക്വൾ ടു യൂണിയൻ എൻ ഈക്വൾ ടു 1 to എഫ് എൻ. അതായത് എഫ് എന്നിൻ്റെ യൂണിയൻ എടുത്താലും ഇ എൻ്റെ യൂണിയൻ എടുത്താലും ഈ തന്നെ ആവേണ്ട രൂപത്തിൽ. അതായത് നിലവിൽ ഇ ഐസ് പെയർ വൈസ് ഡിസ്ജോയിൻ്റ് അല്ല. അപ്പോൾ ഇ ഐസ് ഉപയോഗിച്ചിട്ട് പെയർ വൈസ് ഡിസ്ജോയിൻറ്റ് കളക്ഷൻ കിട്ടുകയും അവരുടെ യൂണിയനും ഇ ഐസിൻ്റെ യൂണിയനും സെയിം ആവുകയാണ്. അപ്പോൾ ഞാൻ ആദ്യത്തെ സെറ്റ് ഫിക്സ് ചെയ്ത് F1 E1 സെയിം ആണെന്ന് എടുത്തു. F2 എടുക്കുമ്പോൾ ഞാൻ E2ൻ്റെ പാർട്ട് എടുക്കും, പക്ഷേ അതിൽ നിന്ന് ആരെ റിമൂവ് ചെയ്യും? E1ൻ്റെ. അപ്പോൾ നോക്കൂ, F1 F2 തമ്മിൽ ഇൻ്റർസെക്ഷൻ എം ടി ആയി. F3 എടുക്കുമ്പോൾ ശരിക്കും അപ്പോൾ F2 എന്ന് പറഞ്ഞാൽ ആരാ? E2 ഇൻ്റർസെക്ഷൻ E1 കോംപ്ലിമെൻ്റ് ആണ്. F3 എന്ന് പറഞ്ഞാൽ ആരാണ് നോക്കിയേ? E3 ഇൻ്റർസെക്ഷൻ E1 യൂണിയൻ E2 ഹോൾ കോംപ്ലിമെൻറ്റ്. അപ്പോൾ F3 എടുക്കുമ്പോൾ E3യിൽ പാർട്ട് എടുക്കും, പക്ഷേ അവിടെ നിന്ന് ആരുടെ പാർട്ടെല്ലാം റിമൂവ് ചെയ്യും? E1ൻ്റെയും E2. ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്താൽ കിട്ടുന്ന എല്ലാ സെറ്റുകളും ഇങ്ങനെ എന്തായി മാറുന്നു? മെഷറബിൾ. ഇനി FN പറഞ്ഞാൽ ശരിക്കും ഏതായിരിക്കും? EN ഇൻ്റർസെക്ഷൻ ബാലൻസ് വരെയുള്ള മുഴുവൻ പേരുടെ കോംപ്ലിമെൻറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാ കാരണം E1 മെഷറബിളാണ്, E2 മെഷറബിൾ, അത് മെഷറബിലിറ്റിയുടെ തൊട്ട് മുകളിൽ പഠിച്ച എല്ലാ റിസൾട്ടും അപ്ലൈ ചെയ്യുമ്പോൾ എല്ലാ FIs എന്തായി മാറുന്നു? മെഷറബിൾ സെറ്റ്സായി മാറുന്നു. ദേ ആർ പെയർ വൈസ് ഡിസ്ജോയിൻ്റായി മാറുന്നു. ഇനി എല്ലാവരും കൂടി യൂണിയൻ എടുത്താൽ യൂണിയന് ചേഞ്ചും ഉണ്ടാവില്ല, കാരണം നമ്മൾ റിമൂവ് ചെയ്യുമ്പോഴും ആദ്യത്തെ പാർട്ടിൽ ഉപയോഗിച്ചത് കൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ E എന്ന് പറയുന്നത് യൂണിയൻ ഓഫ് EI തന്നെയാണ്, അത് തന്നെയാണ് യൂണിയൻ ഓഫ് FIs. ഓക്കെ, ഇപ്പോൾ നമുക്ക് FIs പെയർ വൈസ് ഡിസ്ജോയിൻ്റ് ആണെന്ന് കിട്ടിയിട്ടുണ്ട്. ലെറ്റ് A be any set ആൻഡ് GN. ഇനിയാണ് വളരെ ഇമ്പോർട്ടൻറ്റ്, ലെമ്മ 9 യൂസ് ചെയ്യാൻ പോവാണ്. GN ഈക്വൽ ടു യൂണിയൻ I ഈക്വൽ ടു 1 to n FI എന്ന് എടുത്തു. ഓക്കെ, അപ്പോൾ നമുക്കറിയാം യൂണിയൻ I ഈക്വൽ ടു 1 to n FI ഈക്വൽ ടു GN ഓൾറെഡി n യൂണിയൻ മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഹോൾ യൂണിയനേക്കാൾ സബ്സെറ്റ് ആയിരിക്കും. ഹോൾ യൂണിയൻ പറഞ്ഞാൽ ആരാ? E ആണ്. ദോർഫോർ GN സബ്സെറ്റ് ഓഫ് E ആണ്. അപ്പോൾ A സബ്സെറ്റ് ഓഫ് B ആണെങ്കിൽ കോംപ്ലിമെൻ്റ് എടുക്കുമ്പോൾ ഇൻഇക്വാളിറ്റി റിവേഴ്സ് ആവും. ദാറ്റ് മീൻസ് GN കോംപ്ലിമെൻറ്റ് കണ്ടെയ്ൻസ് E കോംപ്ലിമെൻറ്റ്. E പറഞ്ഞാൽ യൂണിയൻ ഈക്വൽ ടു 1 to FN ആണ്. അപ്പോൾ അതിൻ്റെ കോംപ്ലിമെൻറ്റിനേക്കാൾ വലുതായിരിക്കും GN കോംപ്ലിമെൻറ്റ്. ഓക്കെ, ബൈ ലെമ്മ 9 നമുക്കറിയാം എം സ്റ്റാർ ഓഫ് A ഇൻ്റർസെക്ഷൻ യൂണിയൻ I ഈക്വൽ ടു 1 to n FI ഈക്വൽ ടു സമേഷൻ. കാരണം FIs പെയർ വൈസ് ഡിസ്ജോയിൻ്റ് ആയതുകൊണ്ട് ലെമ്മ 9 FIസിന് വേണ്ടി യൂസ് ചെയ്യാം.
പക്ഷേ അവിടെ യൂണിയൻ ഈക്വൽ ടു 1 എഫ് ഐ ആരാണ്? ജി എൻ ആണ്. ദാറ്റ് മീൻസ് എം സ്റ്റാർ ഓഫ് എ ഈക്വൽ ടു ജി എൻ മെഷറബിൾ ആണ് ഓൾറെഡി, കാരണം എഫ് ഐസ് ആർ മെഷറബിൾ, ദെർഫോർ ദർ ഫൈനൈറ്റ് യൂണിയൻ ഈസ് ഓൾസോ മെഷറബിൾ. ദെർഫോർ എം സ്റ്റാർ ഓഫ് എ ഈക്വൽ ടു എം സ്റ്റാർ ഓഫ് എ ഇൻ്റർസെക്ഷൻ ജി എൻ പ്ലസ് എം സ്റ്റാർ ഓഫ് എ ഇൻ്റർസെക്ഷൻ ജി എൻ കോംപ്ലിമെൻറ്റ്. ഇനി ജി എൻ ആരാന്നറിയാം. ജി എന്നിൻ്റെ കാര്യത്തിൽ തൊട്ട് മുകളിൽ നമ്മൾ റിസൾട്ട് എഴുതി വെച്ചിട്ടുണ്ട്. എം സ്റ്റാർ ഓഫ് എ ഇൻ്റർസെക്ഷൻ ജി എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വൽ ടു സമേഷൻ ഈക്വൽ ടു 1 to n എം സ്റ്റാർ ഓഫ് എ ഇൻ്റർസെക്ഷൻ എഫ് ഐ ആണ് അല്ലേ, പ്ലസ് എം സ്റ്റാർ ഓഫ് എ ഇൻ്റർസെക്ഷൻ ജി എൻ കോംപ്ലിമെൻറ്റ്. പക്ഷേ ജി എൻ കോംപ്ലിമെൻറ്റ് ഈ കോംപ്ലിമെൻറ്റിനേക്കാൾ വലുതാണെങ്കിൽ മോണോട്ടോണിക് പ്രോപ്പർട്ടി പ്രകാരം എം സ്റ്റാർ ഓഫ് എ ഇൻ്റർസെക്ഷൻ ജി എൻ കോംപ്ലിമെൻറ്റ് എന്തായാലും ആരേക്കാൾ വലുതായിരിക്കും? എം സ്റ്റാർ ഓഫ് എ ഇൻ്റർസെക്ഷൻ ഈ കോംപ്ലിമെൻറ്റിനേക്കാൾ വലുതായിരിക്കും. അപ്പോൾ ആ വലുത് എന്നുള്ളത് കൊണ്ടാണ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സിഗ്മ ഈക്വൽ ടു 1 to n എം സ്റ്റാർ ഓഫ് എ ഇൻ്റർസെക്ഷൻ എഫ് ഐ പ്ലസ് എം സ്റ്റാർ ഓഫ് എ ഇൻ്റർസെക്ഷൻ ഈ കോംപ്ലിമെൻറ്റ്. അപ്പോൾ നമുക്ക് കിട്ടിയ കാര്യം ഒന്നുകൂടി എടുത്തെഴുതണം. ഇക്വേഷൻ 2 എം സ്റ്റാർ ഓഫ് എ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സമേഷൻ ഈക്വൽ ടു 1 to n എം സ്റ്റാർ ഓഫ് എ ഇൻ്റർസെക്ഷൻ എഫ് ഐ പ്ലസ് എം സ്റ്റാർ ഓഫ് എ ഇൻ്റർസെക്ഷൻ ഈ കോംപ്ലിമെൻറ്റ്. അപ്പോൾ ഞാനിവിടെ എൻ എന്നുള്ള ഒരു നമ്പർ വെച്ചുകൊണ്ട് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയത് എം സ്റ്റാർ ഓഫ് എ ഈസ് ആൻ അപ്പർ ബൗണ്ട് ഫോർ ദിസ് സമേഷൻ. ഈ ഇക്വേഷൻ 2ൻ്റെ ഇനീക്വാളിറ്റിയുടെ RHSൽ കാണുന്ന ആ സമേഷനേക്കാളും എം സ്റ്റാർ ഓഫ് എ വലുതായിരിക്കും. പക്ഷേ ഇവിടെ എൻ ഏതെടുത്താലും വർക്ക് ചെയ്യുന്ന അർത്ഥം ഈ എം സ്റ്റാർ ഓഫ് എ എന്ന് പറയുന്നത് ഏത് എന്നിനും വർക്ക് ചെയ്യണമെങ്കിൽ ദാറ്റ് മീൻസ് ദിസ് ഇൻഇക്വാലിറ്റി ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ ചോയ്സ് ഓഫ് എൻ ആണ്. ഏത് എൻ എടുത്താലും വർക്ക് ചെയ്യും. അപ്പോൾ ലെറ്റിംഗ് എൻ ടെൻഷൻ ഇൻഫിനിറ്റി കൊടുത്താലും വർക്ക് ചെയ്യും. അതായത് എം സ്റ്റാർ ഓഫ് എ ഈസ് ഗ്രേറ്റർ ഓർ ഈക്വൽ ടു സിഗ്മ ഈക്വൽ ടു 1 to infinity എം സ്റ്റാർ ഓഫ് എ ഇൻ്റർസെക്ഷൻ എഫ് ഐ പ്ലസ് എം സ്റ്റാർ ഓഫ് എ ഇൻ്റർസെക്ഷൻ ഈ കോംപ്ലിമെൻറ്റ്. ഓക്കെ, ഇനി ദാറ്റ് ഈസ് ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം സ്റ്റാർ ഓഫ് എ ഇൻ്റർസെക്ഷൻ ഇ. അത് എന്തുകൊണ്ടാണ് വരുന്നത് തൊട്ട് താഴെ കൊടുത്തിട്ടുണ്ട്. എം സ്റ്റാർ ഓഫ് എ ഇൻ്റർസെക്ഷൻ ഇ എന്ന് പറഞ്ഞാൽ ആരാണ്? എം സ്റ്റാർ ഓഫ് എ ഇൻ്റർസെക്ഷൻ യൂണിയൻ ഈക്വൽ ടു 1 to infinity എഫ് ഐ ആണ്. ഈയുടെ വാല്യൂ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദാറ്റ്സ് ഈസ് ഈക്വൽ ടു എം സ്റ്റാർ ഓഫ് യൂണിയൻ ഡിസ്ട്രിബ്യൂട്ടീവ് അപ്ലൈ ചെയ്ത് യൂണിയൻ ഈക്വൽ ടു 1 to infinity എ ഇൻ്റർസെക്ഷൻ എഫ് ഐ എന്നറിയാം. പക്ഷേ സബ് പ്രോപ്പർട്ടി പ്രകാരം എം സ്റ്റാർ ഓഫ് ദി യൂണിയൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സം ഓഫ് ദി മെഷേഴ്സ് ആണ്. സിഗ്മ ഈക്വൽ ടു 1 to infinity എം സ്റ്റാർ ഓഫ് എ ഇൻ്റർസെക്ഷൻ എഫ് ഐ. അതായത് എം സ്റ്റാർ ഓഫ് എ ഇൻ്റർസെക്ഷൻ ഇ ആരേക്കാൾ ചെറുതാണ്? സിഗ്മ ഈക്വൽ ടു 1 to infinity എം സ്റ്റാർ ഓഫ് എ ഇൻ്റർസെക്ഷൻ എഫ് ഐയേക്കാൾ ചെറുതാണ്. അതായത് സിഗ്മ ഈക്വൽ ടു 1 to infinity എം സ്റ്റാർ ഓഫ് എ ഇൻ്റർസെക്ഷൻ എഫ് ഐ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എം സ്റ്റാർ ഓഫ് എ ഇൻ്റർസെക്ഷൻ ഇ ആണ്. അതാണ് തൊട്ട് മുകളിൽ അപ്ലൈ ചെയ്തിരിക്കുന്നത്. അത് ഫസ്റ്റ് ടേം രണ്ടാമത്തേതിലുള്ള ഫസ്റ്റ് ടേമിനേക്കാൾ വലുതാണ്. ദാറ്റ് മീൻസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എം സ്റ്റാർ ഓഫ് എ ഇൻ്റർസെക്ഷൻ ഇ പ്ലസ് സെക്കൻഡ് ടേം ചേഞ്ച് ചെയ്യാതെ എഴുതുന്നു. അതായത് ഇപ്പോൾ കിട്ടിയത് എം സ്റ്റാർ ഓഫ് എ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എം സ്റ്റാർ ഓഫ് എ ഇൻ്റർസെക്ഷൻ ഇ പ്ലസ് എം സ്റ്റാർ ഓഫ് എ ഇൻ്റർസെക്ഷൻ ഇ കോംപ്ലിമെൻറ്റ്. വാട്ട് ഈസ് ഈ യൂണിയൻ ഈക്വൽ ടു 1 to infinity ഇ ഐ. അതായത് എഫ് ഐയുടെ യൂണിയൻ എടുത്ത് ഇയുടെ യൂണിയനും സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഇവിടെ നമുക്ക് മെഷറബിലിറ്റിയുടെ ആവശ്യമായ ഇൻഇക്വാലിറ്റി കിട്ടിയിരിക്കുന്നു. ദെർഫോർ ഇ ഈസ് മെഷറബിൾ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ടാണെന്ന് നോക്കുക. ഇനി നമുക്ക് ലെമ്മ 11ലേക്ക് വരാം. എ ടു ഇൻഫിനിറ്റി എന്ന് പറയുന്ന ഇൻ്റർവെല്ല് മെഷറബിൾ ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യലാണ് അതിനകത്ത് നമ്മൾ ചെയ്തിട്ടുള്ളത്. നമുക്ക് അത് അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഓക്കെ.